ഒരു തക്കാളി ചോറ് ഉണ്ടാക്കാൻ പോവുകയാണേ. എന്നും ചോറ് കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് ഓർത്ത് തക്കാളി ചോറ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇങ്ങനെ വൈകിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു രാത്രിത്തേരത്ത് എന്താണെന്ന്. അപ്പം ഞാൻ പെട്ടെന്ന് ആലോചിച്ചു എന്നാൽ തക്കാളി ചോറ് ഉണ്ടാക്കാം. പിന്നെ റൈസും സാധനങ്ങളും എല്ലാം സ്റ്റോക്കാണ് എപ്പോഴും. ഈ കുക്കിംഗ് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് സാധനങ്ങൾ എപ്പോഴും സ്റ്റോക്കാണ്. എന്ത് തോന്നുന്നു അന്നേരം അങ്ങ് ചെയ്യുക എന്നുള്ളതേ ഉള്ളേ. അപ്പം തക്കാളി ചോറ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പരിപ്പും ഉഴുന്നുപരിപ്പും എല്ലാവർക്കും അറിയാം, എങ്കിലും ഞാനത് മൊത്തം ഒന്നും പറയുന്നില്ല. ഇങ്ങനെ എന്താ പറയുന്നത്, സബോള ഇതെല്ലാം കൂടെ വഴട്ടി ഉഴുന്നുപരിപ്പും പരിപ്പും ഒക്കെ ഇടുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ അതൊക്കെ ഇട്ട് കഴിയുമ്പോൾ തന്നെ. കാരണം എന്നാ പറയുന്നത്, നമുക്ക് തന്നെ അറിയാമല്ലോ, അതൊക്കെ മൂത്ത് കഴിഞ്ഞ് ആ ഉഴുന്നൊക്കെ കടിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ്. അങ്ങനെ വലിയ കടിക്കലായിട്ടൊന്നുമില്ല, വരത്തില്ല എന്ന് വെച്ചാൽ നമ്മൾ വറുത്ത് കോരുന്ന പോലെ ഒന്നും വരത്തില്ല. നമുക്ക് കഴിക്കാവുന്ന രീതിയിലുള്ള ഇതേ വരത്തുള്ളൂ. പിന്നെ ഇതെല്ലാം വഴന്ന് കഴിയുമ്പോഴത്തേന് ഒന്ന് 2-3 സെക്കൻഡ് ഒന്ന് അടച്ചു വെച്ച് അതിൻ്റെ എണ്ണയെല്ലാം കൂടെ ഒന്ന് തെളിഞ്ഞു വരും. അപ്പോഴത്തേന് സാലഡ് ഉണ്ടാക്കുന്ന ഒരു തിരക്കിലാണ്. അതും കഴിഞ്ഞ് നമ്മുടെ അതെല്ലാം ഒന്ന് വഴന്ന് വന്നു. മസാലപ്പൊടിയെല്ലാം ഇട്ട് നമ്മൾ ബിരിയാണിയുടെ അതേ സെയിം ഇത് സാധനം തന്നെയാണ് നമ്മൾ അതിനകത്തേക്ക് ചേർക്കുന്നത്. എന്നിട്ട് വേവിച്ച് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു ചെറിയ ഗ്ലാസ്സിനൊരു 2 അരിയുടെ 2 അരിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. മറ്റേ നമ്മുടെ ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ്. എന്നിട്ട് അതിട്ട് നമ്മളിട്ട് ഇളക്കി. നമ്മൾ ആദ്യമേ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കുറച്ച് കരിയാപ്പിലയും കൂടെ വറുത്ത് കോരി വേറെ വെച്ചിട്ടുണ്ടായിരുന്നു. അതും എല്ലാം കൂടെ വറുത്ത് കോരി ഇതെല്ലാം കൂടെ എടുത്ത് അതിൻ്റെ മണ്ടയ്ക്കോട്ടിട്ടു. പിന്നെ എന്താ പറയുന്നത്, കുളിയൊന്നും കഴിഞ്ഞില്ലായിരുന്നു. പെട്ടെന്ന് ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ വിശക്കുന്നു. ഇതിൻ്റെ മണമെല്ലാം കൂടെ അടിച്ചപ്പോൾ തന്നെ വിശക്കാൻ തുടങ്ങി. ഞാൻ പിന്നെ ഇതെല്ലാം കൂടെ അവിടെ സെറ്റ് ചെയ്ത് സാലഡും ഉണ്ടാക്കി പപ്പടവും കാച്ചിട്ട് ഒരൊറ്റ വിടിയിൽ വിട്ടു കുളിക്കാനായിട്ട്. കുളിച്ചിട്ട് വന്നു കഴിഞ്ഞ് കഴിക്കാനായിട്ട്. ഇന്ന് കെട്ടിയവരെ നോക്കിയിരിക്കാനൊന്നും സമയമില്ല. കാരണം നമുക്കെന്നാ പറയുന്നത്, വിശപ്പന്നേരപ്പത്തിന് അങ്ങ് മൂത്തു. അപ്പം ഞാൻ പെട്ടെന്ന് ഇന്ന് നേരത്തെ കഴിച്ചു. കുളി കഴിഞ്ഞ് വാടെ ഞാനും കഴിച്ചു, ഞാൻ നോക്കിയിരുന്നില്ല. അങ്ങനെ ഇന്നത്തെ തക്കാളിച്ചോറാണിത്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം. ഓരോ ദിവസം ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഉണ്ടാക്കി അങ്ങ് തള്ളി നീക്കിക്കൊണ്ടേയിരിക്കും. രസമല്ലേ, വൈകിട്ട് വരുമ്പോഴത്തേന് ചോറിന് പകരം തക്കാളിച്ചോറ്, സാലഡ്, പപ്പടവും, അടിപൊളി. അപ്പം എല്ലാവരും ഇതുപോലെ വെറൈറ്റികളൊക്കെ ഉണ്ടാക്കി നോക്കും കേട്ടോ. നല്ല രസമാണ്, നല്ല ടേസ്റ്റാണ്. നമുക്ക് എല്ലാവരും കൂടെ കൂടുമ്പോൾ നല്ലൊരു സന്തോഷമൊക്കെ അല്ലേ ഇങ്ങനെ വെറൈറ്റികൾ ഉണ്ടാക്കുന്നത്. അപ്പം ടാറ്റ, ബൈ ബൈ, സി യു, ഓക്കേ.